പാമ്പിൻ്റെ സ്കൂട്ടർ യാത്രയെക്കുറിച്ച് പറയാം, അതുണ്ടാക്കിയ പൊല്ലാപ്പിനെക്കുറിച്ച് പറയാം. പത്തനംതിട്ടയിലെ അത്തിക്കയത്താണ് ഈ സംഭവം. സ്കൂട്ടർ യാത്രയ്ക്ക് തയ്യാറെടുത്ത ആ പാമ്പിന് പിന്നെ എന്തൊക്കെ സംഭവിച്ചു, എങ്ങനെയാണ് സ്കൂട്ടറിൽ നിന്ന് പാമ്പിനെ പിടിച്ച് പുറത്താക്കിയത് എന്ന് കാണാം. തിങ്കളാഴ്ച രാവിലെ 10 മണി. ബാങ്ക് ജീവനക്കാരിൽ ഒരാളാണ് പാമ്പ് കാറിൽ നിന്നിറങ്ങി സ്കൂട്ടറിൽ കയറി പറ്റുന്നത് കണ്ടത്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ ദീപകിന്റെ സ്കൂട്ടറിന്റെ ടയറിലൂടെയാണ് കക്ഷി ഉള്ളിലേക്ക് കയറിയത്. നാട്ടുകാർ വനം വകുപ്പ് റാന്നി ദ്രുതകർമ്മസേനയെ ബന്ധപ്പെട്ടു. അവരാകട്ടെ മറ്റൊരു പാമ്പിനെ പിടിക്കുന്ന തിരക്കിലും. നാട്ടിലിറങ്ങുന്ന പാമ്പിനെയൊക്കെ കൃത്യസമയത്ത് എത്തിപ്പിടിക്കുന്ന ആളാണ് റാന്നി ഉദിമൂട് സ്വദേശി മാത്തിക്കുട്ടി ചേട്ടൻ. ഇന്നലെ ഇദ്ദേഹത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് സ്കൂട്ടറിനുള്ളിൽ കയറി സുരക്ഷിതമായി ഇരുന്ന പാമ്പിനെ പിടിക്കാനായത്. ഇന്നലെ എപ്പോഴായി സംഭവം? രാവിലെ 9 മണിക്കാണ് പാമ്പ് വണ്ടിയിൽ കയറുന്നത്. നാട്ടുകാർ കണ്ടതാണ് വണ്ടിയിൽ പാമ്പ് കയറുന്നത്. അടുത്തുനിന്ന് വന്ന ഒരു വണ്ടിയിൽ നിന്നാണ് പാമ്പ് ഈ വണ്ടിയിലിട്ട് കയറുന്നത്. അവിടെ നിന്ന് നാട്ടുകാർ പറഞ്ഞതനുസരിച്ച് എന്നെ ഫോറസ്റ്റിൽ നിന്ന് വിളിക്കുകയായിരുന്നു ചെയ്ത്. ഞാനവിടെ ചെന്നപ്പോൾ 12 മണിയായി, 12 കാലങ്ങളായി. അത് കഴിഞ്ഞ് ഏകദേശം 1.25 മണിക്കൂറോളം എടുത്തു പാമ്പിനെ പിടിക്കാൻ വേണ്ടി. ആ സമയത്ത് വർക്ക്ഷോപ്പുകാരനായ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞ് വന്ന് നമുക്ക് വണ്ടി അഴിച്ചു തന്നതുകൊണ്ടാണ് അതിനെടുക്കാൻ പറ്റി. ആദ്യം അതിൻ്റെ അടിയിലെ ബോഡി അഴിച്ചു. ഇലക്ട്രിക് വണ്ടിയാണ്. അടിയിലെ ബോഡി അഴിച്ചപ്പോൾ അത് എളുപ്പം കിട്ടിയില്ല. അത് അവിടുന്ന് മേളിൽ ലൈറ്റിൻ്റെ അവിടോട്ട് കയറിപ്പോയി. അവിടുന്ന് ആ ഫ്രണ്ടോട് അഴിച്ച് ഞങ്ങൾ അവിടുന്ന് പാമ്പിനെ വിളിച്ചടിച്ച് പിടിക്കുകയാണ് ചെയ്തത്. പിടിക്കാനുള്ള ആദ്യഘട്ട ശ്രമങ്ങളൊന്നും പാമ്പ് അറിഞ്ഞതായി ഭാവിച്ചില്ല. ഇലക്ട്രിക് വാഹന ഭാഗങ്ങൾ ഇളക്കേണ്ടി വരുമെന്ന് അതോടെ ഏറെക്കുറെ ഉറപ്പായി. വർക്ക്ഷോപ്പിലേക്ക് തന്നെ കൊണ്ടുപോകാമെന്നായി. അതാവട്ടെ 3/4 കിലോമീറ്റർ അകലെയും. ആര് വണ്ടി ഓടിക്കുമെന്ന ചോദ്യം അവിടെയാണ് പ്രസക്തമായത്. പാമ്പിനെ കൊല്ലാൻ പലരും കൂടിയെങ്കിലും വണ്ടി ഓടിക്കാൻ ആരും തയ്യാറായില്ല. ഒടുവിൽ ദീപക് തന്നെ വണ്ടിയെടുത്തു. ഇന്നലെ ഒരു ഉച്ചയായപ്പോഴാണ് പാമ്പിനെ കിട്ടിയത്. ഞാൻ തന്നെ ഓടിച്ച് വർഷത്തിലേക്ക് പോകേണ്ടി വന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും വീട്ടിൽ കുട്ടികൾ കാരണം ഈ പാമ്പ് കയറിയെന്ന് ഇത്ര ഉറപ്പിച്ച് പറയുമ്പം ആ വണ്ടിയുമായിട്ട് വീട്ടിലോട്ട് പോകാൻ മനസ്സ് വന്നില്ല. പിന്നെ അവിടെ പോയിട്ട് അത് പാർട്സായിട്ടായി നോക്കിയപ്പോഴാണ് അതിനകത്ത് പാമ്പുണ്ടായിരുന്നു. ഓരോരോ ഭാഗങ്ങളായി ഇളക്കി മാറ്റി. ഒടുവിൽ ഹാൻഡിലിന് താഴ്ഭാഗം ഇളക്കി. അപ്പോഴേക്കും കക്ഷി വിയർത്ത് പുറത്ത് ചാടി. പുറത്തു ചാടിയ ശംഖുവരയനെ മാത്തുക്കുട്ടി സഞ്ചിയിലാക്കി. പിന്നീട് വനം വകുപ്പിന് കൈമാറി. പാമ്പ് കയറിയതറിഞ്ഞതു മുതൽ ഉടമയുടെ പണി മുടങ്ങി. വർക്ക്ഷോപ്പിൽ 550 വീശി. പാമ്പ് കയറിയത് മുതൽ ഇറങ്ങിയത് വരെ അനുഭവിച്ച ടെൻഷൻ വേറെയും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഉണ്ടാക്കിയ പൊല്ലാപ്പൊന്നും അറിഞ്ഞില്ലെന്ന മട്ടിൽ സഞ്ചിക്കുള്ളിൽ ചുരുണ്ടിരിക്കുകയായിരുന്നു 2 അടി നീളക്കാരൻ. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. ഒരു പാമ്പുണ്ടാക്കിയ പൊല്ലാപ്പാണ്. അപ്പോൾ ബിലാൽ എന്തായാലും രസകരമായ കഥ പറഞ്ഞു. പാമ്പിനെ എടുത്തതുകൊണ്ട് സമാധാനത്തോടെ വണ്ടി ഓടിച്ചു. പക്ഷേ ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് എങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് ഇത് കാണുമ്പോഴാണ് നമ്മളും ആശങ്കപ്പെടുക. കാറിൽ നിന്നും സ്കൂട്ടറിലേക്ക് കയറിയ പാമ്പ് എന്തായാലും വാഹനയാത്ര പ്രിയനാണെന്നുള്ള കാര്യം ഉറപ്പിക്കാം. ബാങ്ക് ശാഖയ്ക്ക് പുറത്താണ് സ്കൂട്ടർ പാർക്ക് ചെയ്തിരുന്നത്. രാവിലെ ഓഫീസിലേക്ക് എത്തിയ ജീവനക്കാരിയാണ് പാമ്പ് വാഹനം മാറിക്കയറുന്നത് കാണുന്നത്. എന്നാൽ പുറത്തു നോക്കിയിട്ട് എവിടെയും പാമ്പിൻ്റെ ശരീരഭാഗങ്ങൾ കാണാത്ത സ്ഥിതിയാണ് ഉണ്ടായത്. പുതിയ വാഹനമാണ്. അതിനാൽ തന്നെ അത് അഴിച്ചു പരിശോധിക്കുന്നതിൽ ഉടമ ദീപകിന് ചെറിയ ആശങ്കയുണ്ടായിരുന്നു. അതൊരു വശത്ത്. മറ്റൊന്ന്, വൈകുന്നേരം എങ്ങനെ ഈ സ്കൂട്ടറുമായി കുട്ടികളുടെ വീട്ടിലേക്ക് പോകുമെന്നുള്ള ആശങ്ക മറുവശത്തും. പുതിയ വാഹനമാണ് എന്നതിനാൽ തന്നെ ഇലക്ട്രിക് വാഹനം അഴിച്ചു പരിശോധിക്കാൻ തക്ക പരിചയമുള്ള ആളുകളെ ആ മേഖലയിൽ കണ്ടെത്തിയില്ല. പിന്നെ ഒടുവിൽ 1 കിലോമീറ്റർ അകലെ ഒരാളെ കണ്ടെത്തുകയും അവിടെ വാഹനം എത്തിക്കുകയാണ് ഉണ്ടായത്. ചുരുക്കത്തിൽ രാവിലെ 9:30 തുടങ്ങിയ ആശങ്കകൾക്ക് ഉച്ചയ്ക്ക് 1:45 മാത്രമാണ് പരിഹാരമായത്. സമാന രീതിയിൽ ഉടമയെയും നാട്ടുകാരെയും ഒക്കെ വട്ടം ചുറ്റിച്ച ഒരു പാമ്പിൻ്റെ വിവരങ്ങൾ ഏറെക്കുറെ 2 മാസം മുൻപ് കോഴിക്കോട് നിന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു.